ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു മാർക്കോ. ഏറ്റവും വലിയ വയലന്റ് ചിത്രമെന്ന ഖ്യാതിയോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. 100 കോടിയിലധികം നേടിയ ചിത്രം ഹിന്ദിയിലും മികച്ച കളക്ഷനാണ് നേടിയത്. ഇപ്പോഴത്തെ മാർക്കോയുടെ വിജയത്തിന് പിന്നാലെ ഹനീഫ് അദേനിയുടെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റാണ് പുറത്തുവരുന്നത്. കരൺ ജോഹറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസിനൊപ്പം ചേർന്ന് ഹനീഫിന്റെ അടുത്ത സിനിമ പുറത്തിറങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രം ഹിന്ദിയിലും മറ്റ് ഇതര ഭാഷകളിലുമായി തിയേറ്ററുകളിലെത്തുമെന്നാണ് വിവരം. അതേസമയം ചിത്രത്തിന്റെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഹിന്ദിയിൽ മാർക്കോയ്ക്ക് ലഭിച്ച സ്വീകാര്യത അടുത്ത ചിത്രത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് പ്രതീക്ഷ. 12 കോടിയോളം രൂപയാണ് മാർക്കോ നോർത്തിൽ നിന്ന് നേടിയത്. ഡിസംബർ 20-നാണ് മാർക്കോ കേരളത്തിൽ റിലീസ് ചെയ്തത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ചിത്രമെന്ന ലേബലോടെ വന്ന മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ ആനിമൽ, കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയത്. ചിത്രങ്ങളിലെ അഭിനേതാക്കളടക്കം മികച്ച അഭിപ്രായമാണ് നേടിയത്. ഉണ്ണിമുകുന്ദനെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു തിലകൻ, കബീർ ദുഹാൻ സിംഗ്, ആൻസൺ പോൾ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലായി എത്തിയ ചിത്രം സോണി ലിവിലൂടെയാണ് OTT-യിലേക്ക് എത്തിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.